160 മാർക്കിന് നടത്തിക്കൊണ്ടിരുന്ന എക്സാമിനെ 100 മാർക്ക് എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് 10 മാർക്കിന്, GK 10 മാർക്കിന്, റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്സ് ആണ്, അത് 10 മാർക്കിന്. അങ്ങനെ 30 മാർക്കിനാണ് ഇംഗ്ലീഷ്, മാത്സ്, GK 30 മാർക്കിന്. ബാക്കി 70 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് 20 മാർക്കിന്, ബാങ്കിങ് 20 മാർക്കിന്, പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കോപ്പറേറ്റീവ് ലോ ആണെന്ന്. അത് കോപ്പറേറ്റീവ് ലോ അല്ല, അത് ഇന്ത്യൻ കോർപ്പറേഷൻ, ഫോറിൻ കോർപ്പറേഷനും കൂടെ ചേർത്തുകൊണ്ടുള്ള, അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഇവല്യൂഷൻ അതും കൂടെ ചേർത്തുകൊണ്ടുള്ള സബ്ജക്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അത് 15 മാർക്കിന്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലോ ആണ്. അതായത് ബികോമിന് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം, അന്ന് അതിന്റെ പേരെന്ന് പറയുന്നത് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേഷൻ എന്നായിരുന്നു. ഇപ്പൊ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ആക്ട് റൂൾസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റീവ് റൂൾസ്, കോർപ്പറേറ്റീവ് ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് 15 മാർക്കിന്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറയാനുള്ളത്, അപ്പം മൊത്തത്തോടെ ഇപ്പൊ എത്ര മാർക്കായി എന്ന് നമുക്ക് നോക്കാമല്ലോ. അക്കൗണ്ടൻസി 20 മാർക്ക്, അതുപോലെ തന്നെ ബാങ്കിങ് 20 മാർക്ക്, പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് അത് 15 മാർക്ക്. അപ്പൊ 40, 40, 10, 55. പിന്നെ അടുത്ത 15 മാർക്ക് എന്ന് പറയുന്നത് ഏതിനായിരുന്നു? കോപ്പറേറ്റീവ് ലോയ്ക്ക്. അപ്പൊ അത് 15 മാർക്ക്. അങ്ങനെ ഏകദേശം 70 മാർക്ക് വരുന്ന, അപ്പൊ ബാങ്കിങ് ആയി, അക്കൗണ്ടിങ് ആയി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോർപ്പറേഷനായി, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോ ആയി, പിന്നെ ഇത്രയും ഭാഗമാണ് 70 മാർക്കിന് സിലബസ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്.